കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് ആക്ഷൻ കൌൺസിൽ ആഹ്വാനം ചെയ്ത ഹർത്താൽ കൊപ്പത്ത് പൂർണ്ണ പരാജയം. കൊപ്പത്തെ മുഴുവൻ കടകമ്പോളങ്ങളും തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. കെഎസ്ആർടിസിയും സ്വകാര്യ ബസ്സുകളും അടക്കം സർവീസ് നടത്തുന്നുമുണ്ട്. പതിവ് പോലെ എല്ലാ വാഹനങ്ങളുടെയും സുഗമമായ സഞ്ചാരമാണ് കൊപ്പം ടൌണിൽ കാണാൻ സാധിക്കുന്നത്. സമരാനുകൂലികൾ ആരും തന്നെ കൊപ്പത്തില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. നിതിൻ രാജിന്റെ മരണത്തിലെ ദുരൂഹത നീക്കുക, ദന്തൽ കോളേജിലെ അധ്യാപകരായ ഡോക്ടർ റാം ഉൾപ്പെടെയുള്ളവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആക്ഷൻ കൌൺസിലിന്റെ ഹർത്താലിനെ പിന്തുണച്ചുകൊണ്ട് പട്ടാമ്പി, തൃത്താല മണ്ഡലങ്ങളിലെ വിവിധ സംഘടനകളുടെ സംയുക്ത വേദി ഭാരവാഹികൾ വാർത്താ സമ്മേളനങ്ങൾ അടക്കം വിളിച്ചു ചേർത്തിരുന്നു. എന്നാൽ ഇതൊന്നും കൊപ്പം മേഖലയിൽ ബാധിച്ചിട്ടില്ല. ഒരു സംഘടനകളും വാഹനങ്ങൾ തടയാനോ കടകൾ അടപ്പിക്കാനോ കൊപ്പത്തെത്തിയിട്ടില്ല. നിലവിൽ 52 ദളിത് സംഘടനകളുടെ സംയുക്ത വേദിയാണ് ഹർത്താലിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പട്ടാമ്പി, തൃത്താല മേഖലകളിലെ DSM, BSP, KDSF, പാർട്ട്ണർ സംഘം എന്നിവയുടെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് പിന്തുണ. ഇക്കഴിഞ്ഞ ഏപ്രിൽ 12-നാണ് നിതിൻ രാജ് മരണപ്പെട്ടത്. 15 ദിവസങ്ങൾ പിന്നിട്ടിട്ടും മരണവുമായി ബന്ധപ്പെട്ട വ്യക്തികളെ കണ്ടെത്താനോ അവർക്കെതിരെ നടപടിയെടുക്കാനോ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഈ കാരണങ്ങളെ മുൻനിർത്തി ദളിത് വിഭാഗക്കാർക്ക് നേരെ ഇനിയും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് ഈ ഹർത്താൽ എന്നാണ് സമരാനുകൂലികൾ ചൂണ്ടിക്കാണിക്കുന്നത്. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ഹർത്താൽ പൂർണ്ണമാണെങ്കിലും കൊപ്പം മേഖലയെ ഹർത്താൽ ബാധിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇനി വൈകേണ്ട, ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ. സിസോ, മേക്ക് ലൈഫ് സിമ്പിൾ.